ഹായ് വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നൊരു കോളിഫ്ലവർ പക്കോറയാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഇത് സ്റ്റാർട്ടറായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 1 കിലോൻ്റെ ഒരു ഫ്ലവറാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പകുതി എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റാം. പകുതി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നേരെ പകുതി നമ്മൾ എടുക്കുകയാണ്. ഇതിനെ നമുക്കൊന്ന് ചെറിയ പീസുകളാക്കാം. വേണ്ട, ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒടിഞ്ഞു വരും. ഇനി നമുക്കിതൊന്ന് ചെറിയ പീസുകളാക്കാം. ഇതെല്ലാം നമ്മൾ നല്ല ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടുവെള്ളത്തിലേക്ക് ഇടാം. നല്ല ചൂടുവെള്ളമാണിത്. നല്ലപോലെ ചൂടാക്കണം. പിന്നെ ഞാൻ ഇതിലിട്ട് തിളപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ, അതിൻ്റെ വൈറ്റമിൻസ് എല്ലാം അങ്ങ് പോകും. അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നുള്ളൂ. നല്ലപോലെ ചൂടായ വെള്ളമായത് ആവി പറക്കുന്നുണ്ടാവും. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്ക് അതിലേക്ക് ഈ കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ഇട്ട് വേണം, ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഫ്ലവർ മുക്കി വയ്ക്കാൻ. ഇനി ഒരു 10 മിനിറ്റ് അടച്ച് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കാണിത് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ചൂടുണ്ട് വെള്ളത്തിന്, അതുകൊണ്ട് ഞാൻ കൈ ഇടാൻ പറ്റത്തില്ല, കൈ പൊള്ളും. ഞാനതുകൊണ്ട് സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ നാക്കുക. ഇനി നമുക്കിത് ഈ അരിപ്പയ്ക്കകത്തേക്ക് ഒഴിക്കാം. ഫ്ലവറൊക്കെ അരിപ്പയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമെല്ലാം പോയി തീരുമ്പോഴത്തേന് നമുക്ക് മസാല റെഡിയാക്കാം. ഒരു ബൗളിനകത്തേക്ക് 1 കപ്പ് കടലപ്പൊടി, 1/2 കപ്പ് അരിപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ഹിംഗ്, കായപ്പൊടി, 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 സവാള ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, 1 തണ്ട് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്ത്, കുറച്ച് മല്ലിയില വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാം. 1 ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കണം. അവിടെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ലൂസിൽ കറക്കിയിട്ടുണ്ട് മാവ്. അതുണ്ട്, ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഫ്ലവർ ഇടും. ഇനി നമുക്ക് ഈ ഫ്ലവർ വെള്ളമൊക്കെ പോയിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കാലുകൾ പോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ കോഴിക്കാല് പോലെ ഇരിക്കണം ഇത് പൊരിച്ചെടുക്കും. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ലപോലെ ഇതിനകത്ത് അങ്ങ് പിടിക്കണം മാവ്. നല്ലപോലെ നമ്മളിത് മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചു പോരാം.
ഇത് പൊരിക്കുന്ന ഉടനെ ഉണ്ടല്ലോ, ഇടുമ്പോൾ തന്നെ നമ്മൾ ഇളക്കരുത്, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ടേ ഇളക്കാവുള്ളൂ. മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല ഗോൾഡൻ ക്രിസ്പി ആവുന്നവരെ പൊരിക്കണം. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കും. എല്ലാം ഇങ്ങനെ കോരി കോരി ഇളക്കണം. അന്നേരം നല്ലപോലെ പൊരിഞ്ഞിട്ട് എല്ലാ വശവും ഒരുപോലെ പൊരി വേണ്ട. നല്ല ഗോൾഡൻ ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിഞ്ഞ് പോരാം. നല്ല ഗോൾഡൻ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ മസാലയൊക്കെ ചേർത്തപ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ തന്നെ തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് ബാക്കിയും കൂടി ഇതുപോലെ പൊരിച്ചു പോരാം. കുറച്ച് കറിവേപ്പില ഞാൻ മൂപ്പിച്ചതിലേക്ക് ഇടുക, ഒരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയേ, ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. കോളിഫ്ലവർ പക്കോട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം.